പിണറായി വിജയൻ സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. എല്ലാം ശരിയാക്കാം എന്ന വാഗ്ദാനവുമായി വന്നിട്ട് പലതും ശരിയാക്കിയിട്ടും ഒന്നും ശരിയായില്ല എന്ന പ്രതീതി ബാക്കിയായി എന്നതാണ് പിണറായി വിജയൻ്റെ ദുർദശ. 1996 മികവുറ്റ വൈദ്യുതി മന്ത്രി എന്ന പിണറായിക്ക് മേലുള്ള പ്രതീക്ഷ എപ്പോഴൊക്കെയോ റദ്ദാക്കപ്പെട്ടു. എന്നാൽ ഇത് ഈ സർക്കാരിൻ്റെ 1ാം വാർഷികം മാത്രമാണ് എന്നതും വിസ്മരിച്ചുകൂടാ. ഒരു വർഷം പൂർത്തിയാക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചാണ് ഈ ലക്കം അടയാളം. പൊതുമേഖലയുടെ ശാക്തീകരണം, മെച്ചപ്പെട്ട ക്ഷേമപ്രവർത്തനം, വിദ്യാഭ്യാസ വായ്പാ സഹായം, നിർബന്ധിത മലയാള പഠനം, കാർഷിക മേഖലയിലെ ഹരിത ശോഭ, പൊതുമരാമത്തിലെ അഴിമതി നിർമ്മാർജ്ജനം, പൊതുവിദ്യാഭ്യാസ പോഷണം എന്നിങ്ങനെ ഒട്ടേറെ മേന്മകൾ പിണറായി വിജയൻ സർക്കാരിന് അവകാശപ്പെടാം. എന്നാൽ ചരിത്രപരമായ കാൽവെപ്പുകളൊന്നും ഉണ്ടായുമില്ല. ബാക്കിയായതാകട്ടെ സൂചി കൊണ്ട് എടുക്കാവുന്നതായിട്ടും തൂമ്പ കൊണ്ടെടുക്കേണ്ടി വന്ന ചില വിവാദ കോലാഹലങ്ങൾ മാത്രമാണ്. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും 2016 മെയ് 25-ന് കേരള മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേരള CPIM-നെ 17 വർഷം സ്വന്തം മുഷ്ടിക്കുള്ളിൽ അടക്കിവാണ പിണറായി വിജയൻ പാർട്ടിയിലെയും സർക്കാരിലെയും സർവാധിപതിയായാണ് സ്ഥാനാരോപിതനായത്. എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ജിഷ കൊലക്കേസിന്റെ കരിനിഴലിൽ ആടിയുലഞ്ഞ് കടമുഴകി വീണ ഉമ്മൻചാണ്ടി സർക്കാരിനുള്ള ആദ്യ തിരുത്തെന്ന വണ്ണം പോലീസിലായിരുന്നു ഇളക്കി പ്രതിഷ്ഠ. ജിഷ കേസിന്റെയും പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന്റെയും മറവറ്റി പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും TP സെൻകുമാറിനെ തെറുപ്പിച്ചു. ലോക്നാഥ് ബെഹ്റ പകരക്കാരനായി. UDF സർക്കാർ അസ്പർശ്യത പ്രഖ്യാപിച്ച ജേക്കബ് തോമസ് വിജിലൻസ് മേധാവിയായി. അത് പ്രതിച്ഛായ നിർമ്മിതിയുടെ ദിനങ്ങളായിരുന്നു. എന്നാൽ സ്ഥാനഭ്രംശത്തിനെതിരെ സെൻകുമാർ ഉയർത്തിയ കലാപം പിന്നീടുള്ള വിവാദ പരമ്പരയ്ക്ക് നാന്ദിയായി. ക്ഷേമ പെൻഷനുകൾ ഏകീകരിക്കുകയും വർദ്ധിപ്പിക്കുകയും കുടിശ്ശികയടക്കം നൽകുകയും ചെയ്തത് സർക്കാരിന്റെ യശസ് ഉയർത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ഓരോന്നായി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങി വെച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ക്രിയാത്മകമായ ചുവടുവെപ്പുകൾ നടത്തുക ഒരു വർഷക്കാലമാണ് പിന്നിട്ടതിൽ എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ചാരിതാർത്ഥ്യജനകമായ കാര്യമാണ്. ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ തന്നെ വർഷങ്ങളുടെ കുടിശ്ശികയാണ് ഈ ക്ഷേമ പദ്ധതികളിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് നൽകാനുണ്ടായത്. അതിന് പരിഹാരം കാണാൻ ഈ സർക്കാരിൻ്റെ കാര്യം. ക്ഷേമ പദ്ധതിക്ക് ഉള്ള തുക വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, 15 മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ഓണക്കാലത്ത് വിതരണം ചെയ്യാൻ ഈ സർക്കാരിൻ്റെ ഒറ്റ പരസ്യം മാത്രം ആലോചിച്ചാൽ എല്ലാം ശരിയാകും. അപ്പോൾ ഇതെല്ലാം ശരിയാക്കാനുള്ള ഒറ്റ മൂല്യം LDF ഭരണം എന്നുള്ള നിലയിലാണ് അവർ വോട്ട് പിടിച്ചതും അതിൽ വേണ്ടിയാണ് അവർ ഭരണം ആരംഭിച്ച് വന്ന സന്ദർഭത്തിൽ എല്ലാം തളർച്ചയിലേക്ക് പോയത്. മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തിൽ പലതും പിന്നീട് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. ആദ്യ വർഷം ഇത്രയേറെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോയ ഒരു മുന്നണി സർക്കാർ എനിക്ക് ഓർമ്മയിലില്ല. അതിന് കാരണമായിട്ട് വന്നിരിക്കുന്നത് പ്രധാനമായിട്ട് ആ മുന്നണി നയിക്കുന്ന CPM-ൻ്റെ രാഷ്ട്രീയമായ പക്വതക്കുറവാണ് എന്നതും ഒരു വസ്തുതയാണ്. കാരണം സാധാരണ നിലയിൽ പരിഹരിക്കപ്പെടേണ്ട ആഭ്യന്തര പ്രശ്നങ്ങൾ, മുന്നണിക്കകത്ത് സാധാരണ നിലയിൽ പറഞ്ഞു തീർക്കേണ്ട രാഷ്ട്രീയവും അല്ലാത്ത ഭരണപരവുമായ വിഷയങ്ങൾ ഒക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ കടുത്ത ഒരു ചർച്ചയായിട്ട് മാറുകയും അതിൻ്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാവുകയും അതൊരു വലിയ സാമൂഹിക പ്രശ്നമായിട്ട് മാറുകയും ചെയ്തതാണ് കേരളം കണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ. എന്നാൽ പിണറായി വിജയൻ എന്ന അതികായന്റെ ജനമനസ്സിലെ പ്രതിഷ്ഠ ഇളക്കിയതും ഇതേ പോലീസ് മൂലമാണ്.
സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിൽ മലയാള മനസ്സിൽ വിങ്ങി നിൽക്കുന്നത് ഈ നിലവിളിയാകും. മകന്റെ മരണത്തിൽ നീതി തേടി ഇറങ്ങിയ ഒരമ്മ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ തെരുവിൽ കിടന്ന് സർക്കാരിനോട് വിലപിച്ചു. സത്യം പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ 5 മിനിറ്റ് മെനക്കെട്ടിരുന്നെങ്കിൽ ആ പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ പറ്റുമായിരുന്നു. അവസാനം അവർ കുറച്ച് ആളുകൾ DGPയെ കാണാൻ ചെന്നു. DGPയെ കാണുന്നതാണ് വലിയ തെറ്റ് എന്നൊരു മട്ടിലേക്ക് കാര്യത്തെ കൊണ്ടുപോയി. DGPയെ കാണുന്നത് എന്താ തെറ്റ്? അവരെ വിളിച്ചിട്ടല്ലേ അവർ ചെന്നത്? അവർ ചെന്ന് കഴിഞ്ഞാൽ മാന്യമായി അവർക്കൊരു കസേരയിട്ട് അവരെ അവിടെ ഇരുത്തി സ്വീകരിച്ച് അവർക്ക് പറയാനുള്ള വേദനയും ദുഃഖവും എന്താണ് എന്നുള്ളത് കേട്ട് ഇനി എന്തെങ്കിലും എഴുതി തരണമെങ്കിൽ കൂടുതലായി പരാതി എഴുതി മേടിച്ച് അവരെ ഭംഗിയായി യാത്രയാക്കി വിടേണ്ടതല്ലേ? ഈ സർക്കാരിനെ ഏറ്റവും പ്രതിരോധത്തിലാക്കിയത് ജിഷ്ണു പ്രണോയ് കേസാണ്. പാമ്പാടി നെഹ്റു കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ജിഷ്ണു പ്രണോയ് ദുരൂഹമായി മരിച്ചിട്ടും പോലീസ് നിസ്സംഗത പുലർത്തി. സ്വാശ്രയ കോളേജുകളിലെ ഇടിമുറിക്കുള്ളിൽ കുരുന്നു ജീവനുകളും അരഞ്ഞു തീരുന്നുവെന്ന് അറിഞ്ഞിട്ടും ഹൈക്കോടതിയിൽ DGP അജ്ഞത നടിച്ചു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P. കൃഷ്ണദാസിന് മുന്നിൽ പോലീസ് കവാത്തു മറന്നപ്പോഴാണ് ഒരമ്മയ്ക്ക് നീതി തേടി തെരുവിലിറങ്ങേണ്ടി വന്നത്. ജിഷ്ണു പ്രണോയ് ആ കുട്ടി മരിച്ചുപോയി. മരിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് ഒത്തിരി ദുരൂഹതകൾ സമൂഹത്തിൽ പടർന്നപ്പോഴെങ്കിലും ഗവൺമെൻറ് അതിനെക്കുറിച്ച് നടപടിയെടുക്കേണ്ടതായിരുന്നു. ആഭ്യന്തര വകുപ്പ് എന്നും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന വകുപ്പാണ്. പക്ഷേ ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അതിൻ്റെ ഭാഗമായിട്ടില്ല. അതൊരു അജണ്ട നിശ്ചയിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന് വരുത്തി തീർക്കാനും വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം കേരളത്തിലുണ്ടായി. അതിലൊന്നും വസ്തുതയുണ്ട് ഇല്ല. അത്തരം തെറ്റായ വിമർശനങ്ങളെ തെറ്റായ ബോധപൂർവം ഗവൺമെൻറ് ഇമേജിനെ തകർക്കാൻ, മുഖ്യമന്ത്രിയുടെ ഇമേജിനെ തകർക്കാനുള്ള പരിശ്രമങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വസ്തുത അറിയാം. ജിഷ്ണു കേസ് തൊടുത്തുവിട്ട സ്വാശ്രയ മാനേജ്മെന്റ് വിരുദ്ധ സമരജ്വാല സംസ്ഥാനമെങ്ങും കത്തിപ്പടർന്നു. CPM നേതൃത്വത്തിന്റെ വത്സലരായ ഉന്നതർ വാഴുന്ന തിരുവനന്തപുരം ലോ അക്കാദമിയിലും വിദ്യാർത്ഥി സമരം സ്ഫോടനാത്മകമായി. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരായ സമരത്തെ അവധാനതയോടെ കൈകാര്യം ചെയ്യാനാകാതെ സർക്കാർ വിഷമവൃത്തത്തിലായി. ഒടുവിൽ ഒത്തുതീർപ്പ് കരാറുണ്ടാക്കിയെങ്കിലും സർക്കാരിനുണ്ടായ പ്രതിച്ഛായ നഷ്ടം മാരകമായിരുന്നു. അവസാനം എവിടെ പോയി നിന്നു? ലോ അക്കാഡമിയിലെ മാനേജ്മെൻറ്റിന് അനുകൂലമാണ് ഗവൺമെൻറ് എന്നൊരു ഫീലിംഗാണ് പുറത്തു വന്നത്. അവരെ എല്ലാ രംഗത്തും സംരക്ഷിച്ച് നിർത്തിയത് ഗവൺമെൻറ്റാണെന്നും അത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്നും ലോ അക്കാഡമിയുടെ നേതൃത്വം CPMൻ്റെ കയ്യിലാണെന്നും എന്ന് ജനങ്ങളിലൊരു ബോധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സംഘടിത തൊഴിലാളി വർഗവും ലോ അക്കാഡമി നടത്തിക്കൊണ്ടിരിക്കുന്ന മുതലാളി വർഗവും ഇവിടെ സംഗമിക്കുന്ന ഒരു സ്ഥലമായി പാർട്ടി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വിമർശനം. ഈ പ്രശ്നങ്ങളിലെല്ലാം CPI പിണറായി വിജയന്റെ എതിർപക്ഷത്തായി. പ്രതിപക്ഷത്തെ വെല്ലുന്ന പ്രതിപക്ഷമായി CPI മാറിയപ്പോൾ ഭരണമുന്നണി ഉൾപിരിവുകളാൽ വരിഞ്ഞു മുറുകി. അത് LDFുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഗവൺമെൻറ്റിൻ്റെ നടത്തിപ്പിലെ വിശദാംശങ്ങൾ അതൊരു യഥാർത്ഥ ഇടതുപക്ഷ നിലപാടാണോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയമായ അഭിപ്രായം അത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇന്ന് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. വിവാദങ്ങളല്ല, അത് രാഷ്ട്രീയ നിലപാടുകളാണ്. ക്യാബിനറ്റിൽ വരുന്ന ഒരു കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാറില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത് കേരളത്തിൻ്റെ ജനങ്ങളുടെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയ തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വരെ ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ പ്രബലമായൊരു കക്ഷിയാണ് CPI. CPI ഒരു വേറെ പാർട്ടിയാണ്, CPM ഒരു പാർട്ടിയാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചില കാര്യത്തിലുണ്ടാവാം. അത് അവർ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും കേരളത്തിലുണ്ട്. സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാരിനെ സ്ത്രീ സുരക്ഷാ പ്രശ്നം നിരന്തരം വേട്ടയാടി.
പാലക്കാട് വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ ബന്ധുക്കളും പിതൃസുഹൃത്തുക്കളും നിരന്തരം പീഡിപ്പിക്കുകയും പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടും പോലീസ് അനങ്ങിയില്ല. കൊല്ലം കുണ്ടറയിൽ മുത്തച്ഛൻ ചെറുമകളെ പീഡിപ്പിച്ച കേസിലും പോലീസ് സമാനമായ ആരോപണം നേരിട്ടു. കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ട കേസിലും പോലീസിന്റെ അലംഭാവം വിമർശന വിധേയമായി. ഈ സർക്കാരിന്റെ കാലത്ത് കസ്റ്റഡി പീഡനവും കസ്റ്റഡി മരണവും അസാധാരണമായി വർദ്ധിച്ചപ്പോൾ പ്രതിസ്ഥാനത്തായത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെയായിരുന്നു. പലപ്പോഴും മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഏതാണ്ട് മറ്റു മന്ത്രിമാരെക്കാൾ മറ്റെല്ലാത്തിനെയും മുകളിലുള്ള ഒരു പ്രത്യേക പദവിയുള്ള ഒരാളാണ് എന്ന മട്ടിൽ അദ്ദേഹം പെരുമാറുന്നതായിട്ട് സംശയിക്കണം. അതുകൊണ്ടൊക്കെയാണ് ഒരു മുന്നണിയായിട്ട് പ്രവർത്തിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിക്കെതിരായിട്ട് സഹോദര പാർട്ടികളും അതുപോലെ തന്നെ മറ്റെല്ലാ ആളുകളും ഒന്നിച്ചു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായത്. ഭരണപരമായ പരാജയം ആ നിലയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭരണ സംവിധാനത്തിനകത്താണ്. ഗുജറാത്തിൽ പഴയ കാലത്ത് നടന്ന ഒരു സമരത്തിൽ, ആ സമരത്തിനകത്ത് യഥാർത്ഥത്തിൽ ചിമൻഭായി പട്ടേലിനെതിരുള്ള അന്നത്തെ ജയപ്രകാശ് നാരായണൻ്റെ മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റിൻ്റെ ഒരു ഘട്ടം വന്നപ്പോൾ അവിടുത്തെ ആംഡ് പോലീസ് പോലും ആംഡ് ഫോഴ്സ് പോലും വ്യത്യസ്തമായ നിലപാടെടുത്തു. മേലുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ താഴെയുള്ള ഉദ്യോഗസ്ഥൻ ആക്ട് ചെയ്യില്ല. അങ്ങനെ ഒരു ഘട്ടം വന്ന് ആ ഗവൺമെൻറ്റിന് താഴെ ഇറങ്ങേണ്ടി വന്നു. ഒരു രക്ഷയില്ലാത്ത സാഹചര്യം വന്നു. അങ്ങനെ ഇവിടെ ബോധപൂർവമായി ആംഡ് ഫോഴ്സിനെ ഡിവൈഡ് ചെയ്യാനും ലോയലിസ്റ്റുകളിൽ നിന്നും അല്ലാത്തവരും എന്നുള്ള നിലയിലേക്ക് അതിനെ രണ്ടായി ഡിവൈഡ് ചെയ്തതാണ് ഈ ഗവൺമെൻറ് ചെയ്തതിലെ ഏറ്റവും വലിയ തെറ്റ്. രാജ്യത്ത് നടാടെ നടന്ന ഈ സംഭവത്തോടെ പിണറായി സർക്കാരിന്റെ മുഖം കൂടുതൽ വികൃതമായി. എന്നിട്ടും ഉത്തരവിൽ വ്യക്തത വരുത്താൻ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ച് കനത്ത തിരിച്ചടി സർക്കാർ നേരിട്ടു. ശ്രീ സെൻകുമാറിനെതിരായിട്ട് എന്തിനാ കേസുണ്ട്? അവസാനം ഹൈക്കോടതി 25,000 രൂപ ശിക്ഷിച്ചു. ആ 25,000 രൂപ ശിക്ഷയല്ല, ജുവനൈൽ ജസ്റ്റിസിന് വേണ്ടി കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ശിക്ഷയായിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ 25,000 രൂപയുടെ പിഴയെ വ്യാഖ്യാനിച്ച് പിഴയല്ലെന്ന് വരുത്താൻ ശ്രമിക്കുകയുണ്ടായത്. ഞാൻ ചോദിച്ചേട്ട കേരളത്തിലെ ചീഫ് സെക്രട്ടറി സുപ്രീം കോടതി പോയി നിരുപാധികമായ മാപ്പ് പറഞ്ഞല്ലേ തടിയൂരി പോന്നവർ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? DGPയെ നോക്കുകുത്തിയായിക്കൊണ്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക, നമ്മൾ ഈ എന്താ പറയുക മൂക്ക് മുറിച്ച് ശകുനം മുടക്കുക എന്ന് പറയും. ഏതാണ്ട് ഈ DGP സെൻകുമാറിനെ ഇല്ലായ്മ ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ തടയാൻ വേണ്ടിയിട്ട് മൂക്ക് മുറിച്ച് ശകുനം മുടക്കുന്ന മാതിരി കേരളത്തിൽ എൻ്റയർ പോലീസ് സംവിധാനത്തിൻ്റെ പൂർണ്ണമായിട്ടും എന്താ പറയുക പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഇഫക്റ്റീവ്നെസ്സിനെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെ സത്യസന്ധമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു കോമൺ സെൻസ് ഇല്ലാത്ത ഭരണാധികാരിയുടെ പെരുമാറ്റങ്ങൾ, വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ പെരുമാറ്റങ്ങളാണ് ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വർഷത്തിനിടെ 2 മന്ത്രിമാരെയാണ് പിണറായി വിജയന് നഷ്ടമായത്. ബന്ധു നിയമന വിവാദത്തിൽ അകപ്പെട്ട് ആദ്യം വ്യവസായ മന്ത്രി EP ജയരാജൻ പടിയിറങ്ങി. ബന്ധുവും PK ശ്രീമതി MPയുടെ മകനുമായ സുധീർ നമ്പ്യാരെ KSIയുടെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചപ്പോൾ EPയുടെ മന്ത്രി കസേരയാണ് ഇളക്കിയത്. യാതൊരു തരത്തിലുള്ള യോഗ്യതകളുടെയും പരിഗണിക്കാതെ, യാതൊരു തരത്തിലുള്ള ഇൻ്റർവ്യൂ നടത്താതെ ഒരു സർക്കാർ സ്ഥാപനത്തിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തു. അയാൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയല്ല കേരളം. അപ്പോൾ അതുകൊണ്ട് ആരോപണം വന്ന് അയാൾ രാജിവെക്കണം എന്നുള്ള ഒരു അന്തരീക്ഷം പാർട്ടിക്കകത്ത് വന്ന് പാർട്ടിയുടെ കേന്ദ്രത്തിലും സംസ്ഥാനത്തുള്ള നേതാക്കളെ നിലപാടെടുത്തു, മുഖ്യമന്ത്രിയുടെ നിലപാടെടുത്തു, അത് രാജിവെച്ചു. അതിനുശേഷം ഇപ്പോൾ കാര്യാന്വേഷണമൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ തെറ്റുകൾക്കൊക്കെ ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തിരിച്ചെടുക്കണോ വേണ്ടയോ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കണം. മംഗളം ചാനൽ നടത്തിയ പെൺ ഫോൺ കണി ഓപ്പറേഷനിൽ അകപ്പെട്ട ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ ഇളിഭ്യനായി ഇറങ്ങിപ്പോയി. മന്ത്രിയെ പ്രലോഭിപ്പിച്ച് ലൈംഗിക സംഭാഷണത്തിലേക്ക് എത്തിച്ച വനിതാ മാധ്യമ പ്രവർത്തകയും അതിനവരെ നിയോഗിച്ച മംഗളം ചാനലും പൊതുജന മധ്യത്തിൽ നഗ്നരാക്കപ്പെട്ടു എന്നത് പിൽക്കാല ചരിത്രം. ഏറ്റവും അടുത്ത സഖാവായിരുന്നു ശ്രീ ജയരാജന് രാജിവെക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ 2ാമത്തെ ആളും രാജിവെച്ചു. ഞാൻ ആ റീസണിലോട്ട് പോകുന്നില്ല. ഏതായാലും പൊതുവെ ഇരുന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന റീസണല്ല. ആ റീസണിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ പൊതുവെ ഉള്ളൊരു കെട്ടുറപ്പ് അതില്ലാതെ 2 മന്ത്രിമാർ സ്ഥാനഭ്രഷ്ടരായപ്പോൾ സ്ഥാനാരോഹിതനായ MM മണിയാകട്ടെ ഓരോ ചുവടിലും വിവാദങ്ങൾ വരുത്തിവെച്ചു.
അതിരപ്പള്ളി പദ്ധതിയുടെ പേരിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ എം എം മണി 20 ഏക്കർ പ്രസംഗത്തോടെ പൂർണ്ണമായും പ്രതിരോധത്തിലായി. കുമ്പളയൊരുമെ പ്രവർത്തകരെ മന്ത്രി അധിക്ഷേപിച്ചുവെന്ന വിവാദം വീണ്ടും മൂന്നാറിനെ സമരകേന്ദ്രമാക്കി. മണിയെപ്പോലുള്ള ഒരാളെ വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. മണിയുടെ നാക്കിനെ നിയന്ത്രിക്കുന്നതിൽ പോലും അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു അദ്ദേഹത്തിന് ഇത് വേണ്ടപ്പെട്ട ആളുകളാകുമ്പോൾ വേണ്ടപ്പെട്ട ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളോട് പ്രത്യേകമായ ഒരു പ്രതിപത്തി ഉണ്ട് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുന്നതാണ് ആ സംഗതികൾ എന്ന് പറയാതെ. മൂന്നാറിൽ വീണ്ടും കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടി ഉണ്ടായപ്പോഴും മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാകുന്ന വൈരുദ്ധ്യം ഇക്കാലയളവിൽ കണ്ടു. ദേവികുളം സബ് കളക്ടർ റവന്യൂ മന്ത്രിയുടെ ആശീർവാദത്തോടെ കയ്യേറ്റമൊഴിപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ പ്രതിരോധവുമായി രംഗത്തെത്തിയത് CPIM പ്രാദേശിക നേതാക്കളായിരുന്നു. പാപ്പാത്തിച്ചോലയിൽ സ്പിരിറ്റിൻ ജീസസ് എന്ന പ്രാർത്ഥനാ കൂട്ടത്തിന്റെ പേരിൽ ടോം സക്കറിയ സ്ഥാപിച്ച കയ്യേറ്റ കുരിശ് പിഴുതെറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ സ്വന്തം ഉദ്യോഗസ്ഥരെ തള്ളിപ്പറഞ്ഞു. ഇടുക്കിയിൽ നിന്ന് തന്നെയുള്ള മന്ത്രി എം എം മണി റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ അസഭ്യവർഷം ചൊരിഞ്ഞു. മുറിവേറ്റ CPI പിണറായി വിജയനെ കടന്നാക്രമിച്ചതോടെ മൂന്നാറിന്റെ പേരിൽ ഭരണമുന്നണിയിൽ അന്തഛിദ്രം മൂർച്ഛിച്ചു. കേരളത്തിലൊട്ടാകെ ഈ 1-ാം വാർഷികാഘോഷത്തോട് 20,000 അർഹരായവർക്ക് പട്ടയം വിതരണം ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ സർക്കാരിൻ്റെ ഭൂമി അന്യാധീനപ്പെട്ട ഭൂമി, സർക്കാരിൻ്റെ ഭൂമി നിരവധി കയ്യേറ്റക്കാർക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ആ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക എന്നത് LDFൻ്റെ നയമാണ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നയമാണ്. അത് കർശനമായി നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എത്ര പേരെന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാത്ത ഉപദേശക വൃന്ദത്താൽ വളയപ്പെട്ടിട്ടും വിവാദങ്ങൾ സർക്കാരിനെ വിട്ടൊഴിഞ്ഞില്ല. സർക്കാരിനെതിരെ കേസ് നടത്തുന്ന MK ദാമോദരൻ ഇപ്പോഴും പിണറായി വിജയന്റെ അനൌദ്യോഗിക നിയമോപദേശകനാണ്. ഔദ്യോഗിക നിയമോപദേശകനാകട്ടെ VK ജയകുമാറും. ലിബറൽ സാമ്പത്തിക പരിഷ്കരണവാദി ഗീതാ ഗോപിനാഥാണ് മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ്. ചോര വീണ ഇന്നലകളുള്ള രമൺ ശ്രീവാസ്തവയാണ് പോലീസ് ഉപദേശകൻ. അങ്ങനെ ഉപദേശക ബാഹുല്യമുണ്ടായിട്ടും പിണറായിയുടെ ഭരണപദങ്ങൾ വിവാദങ്ങൾ നിറഞ്ഞതായി. IAS അവർക്ക് സംരക്ഷണമില്ല എന്നുള്ള നില വന്നതുകൊണ്ട് അവസാനം ചെന്ന് കലാശിച്ച ഭരണസ്തംഭനത്തിലാണ്. ഫയലുകൾ നീങ്ങാത്ത രൂപത്തിലേക്ക് പോയി. ഒരു ഫയലും പ്രോപ്പറായി പോകുന്നില്ല. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരും എന്ന് ഗവൺമെൻറ് മുന്നൊരുക്കമൊന്നുമില്ലാതെ തീരുമാനമെടുത്തതോടുകൂടി അവശേഷിക്കുന്ന ആളുകൾ കൂടി ഭരണത്തിൽ കേന്ദ്രീകരിക്കാതെ സ്വയ സംരക്ഷണത്തിന് വേണ്ടി സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. കൊളോണിയൽ ഭരണകൂടത്തിൻ്റെ ഒരു വീടുവയ്പായിട്ടുള്ള ഈ സെക്രട്ടേറിയൽ സമ്പ്രദായം എന്ന് പറയുന്നത് അത് ക്ലർക്കന്മാരുടെ ഭരണമാണ്, ഗുമസ്തന്മാർക്ക് വേണ്ടിയുള്ള ഭരണ സംവിധാനം. അത് മാറ്റിയിട്ട് കേരളത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരാനുള്ള ശ്രമം ഈ സർക്കാർ നടത്തി എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടം. അതിനെതിരായിട്ടുണ്ടായ സകല രാഷ്ട്രീയവും അല്ലാത്തതുമായിട്ടുള്ള താല്പര്യങ്ങൾക്കെതിരായിട്ട് ശക്തമായി നിലനിൽക്കുന്നതിൽ നിലപാടെടുക്കുന്നതിൽ മുഖ്യമന്ത്രി വിജയിച്ചിട്ടുണ്ട്. 5 വർഷക്കാലം ഒരു അഴിമതി ഭരണത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി LDF. ആ പോരാട്ടങ്ങളുടെ ഉൽപ്പന്നമാണ് ഈ ഗവൺമെൻറ്. ആ അർത്ഥത്തിൽ അഴിമതിരഹിതമായ കേരള സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശക്തമായ സാന്നിധ്യമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം. എന്നിരുന്നാലും പ്രതീക്ഷാനിർഭരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ സർക്കാരിൽ നിന്നുണ്ടായി. സ്വപ്നാടനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടുവെങ്കിലും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ സർക്കാർ പുതുകാൽവെപ്പ് നടത്തി. കേരളത്തിലെ വലിയൊരു പ്രശ്നം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ്.
അതിന് പുതിയ മാർഗം കണ്ടെത്തി കിഫ്ബി വഴി പണം കണ്ടെത്താൻ വേണ്ടി സർക്കാർ നടപടി സ്വീകരിച്ചു. 50,000 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാകും. അതിനെ തുടർന്ന് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുഗതാഗത രംഗത്ത്, കുടിവെള്ളത്തിന് ഉൾപ്പെടെ 50,000 കോടി രൂപയുടെ നിക്ഷേപം വരിക. പരമ്പരാഗത വ്യവസായ മേഖലകളിലൊന്നാണ് കൈത്തറി വരുന്നത്. കൈത്തറി വ്യവസായം തകർന്നിട്ടില്ല, വരുമാനമില്ല, തൊഴിലില്ല. കൈത്തറി മേഖല അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. സ്കൂൾ കുട്ടികൾക്കുള്ള യൂണിഫോം പദ്ധതി, സൗജന്യ 2 സെറ്റ് യൂണിഫോം പദ്ധതി കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരുന്നു. ഈ വർഷം അത് 1 മുതൽ 5 വരെ ഉള്ള സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള 10.5 ലക്ഷം മീറ്റർ തുണി വരെ ഉൽപ്പാദിപ്പിച്ച് വെച്ച് സ്റ്റോക്ക് ചെയ്തു. വ്യവസായത്തിന്റെയും വിമാനത്താവളത്തിന്റെയും പേരിൽ മരണശിക്ഷ വിധിക്കപ്പെട്ട നീർത്തടങ്ങൾക്ക് കൃഷി വകുപ്പ് ജീവശ്വാസമേകി. നെൽവയലുകൾ വീണ്ടും ഹരിതാഭമായി. മലാപ്പറമ്പ് സ്കൂൾ അടക്കം ഏറ്റെടുത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണർവ് പകർന്നു. സർക്കാർ സ്കൂൾ എന്നത് ഒരു പരിഹാസ വാക്കല്ലാതെയായി. സ്കൂളുകളിൽ മലയാള ഭാഷാ പഠനം നിർബന്ധമാക്കി. 900 കോടിയുടെ വിദ്യാഭ്യാസ വായ്പാ സഹായ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മുടെ പൊതുവിദ്യാഭ്യാസമാണ് പരിപൂർണ സാക്ഷരതയിലേക്ക് നമ്മളെ എത്തിച്ചത്. എന്നാൽ ഇന്ന് പൊതുവിദ്യാഭ്യാസം തകർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അത് കമ്പോളത്തിലെ ഒരു കച്ചവട ചരക്കായി അത് മാറി. സ്വാശ്രയ മേഖല നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന് ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ്. ആ പശ്ചാത്തലത്തിലാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടെങ്കിലും കേരളത്തിന് ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ സംഘടിതമായിട്ടുള്ള സംഘടനകളാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വിദ്യാഭ്യാസ ലോൺ എടുത്ത് കടക്കണിയിൽപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. ബാങ്കുകളുമായി സഹകരിച്ച് സർക്കാർ തന്നെ ലോൺ തിരിച്ചടയ്ക്കാനുള്ള സൗകര്യങ്ങളിലോ 10,000 വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഗുണമുണ്ട്. സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു, അത് കുടിശ്ശിക തീർത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. എല്ലാ സാമൂഹ്യക്ഷേമ പെൻഷനുകളും വർദ്ധിപ്പിക്കും, കുടിശ്ശിക തീർത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വ്യവസായ വകുപ്പിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൻ്റെ കണക്ക് കുറച്ചുകൊണ്ട് വരികയാണ്. നേർപകുതിയായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം കുറഞ്ഞു. 5 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരൊറ്റ വർഷം കൊണ്ട് പുതുതായി ലാഭത്തിലേക്ക്. ഇപ്പോൾ 13 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമായി പ്രവർത്തിക്കുകയാണ്. കേരള ഹരിത മിഷൻ കേരളത്തിന്റെ ജൈവ ഭൂപടത്തിൽ നിശബ്ദ വിപ്ലവം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ ഭൂസംരക്ഷണ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൽ ആദരവുണ്ടാക്കി. വ്യവസായ വകുപ്പിന്റെ പ്രവർത്തനങ്ങളും ശ്ലാഘിക്കപ്പെട്ടു. ആരോഗ്യരംഗം ചികിത്സാ ചെലവ് വൻതോതിൽ വർദ്ധിച്ചു വരുമ്പോൾ ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ സർക്കാർ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ രോഗികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ആശുപത്രികളെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ, ആധുനിക സൗകര്യങ്ങൾ, ഡോക്ടർമാർ, മറ്റുള്ളവരുടെ എണ്ണമൊക്കെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. 3000-ഓളം പോസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത ആരോഗ്യവകുപ്പിലാണ്. അപ്പോൾ ആരോഗ്യരംഗത്ത് പ്രൈമറി തലം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ സർക്കാർ ആശുപത്രികളും നല്ല ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതികളായി കഴിഞ്ഞു. എന്നാൽ ഭരണപരമായ വെല്ലുവിളി ഉയർന്ന ഘട്ടത്തിലെല്ലാം പതറി പരാജയപ്പെടുന്ന പിണറായി വിജയനെയാണ് കഴിഞ്ഞ 1 വർഷത്തിനിടെ കേരളം കണ്ടത്. ഭരണ മികവിന്റെ ഭൂതകാല അഭിരമിക്കൽ ഇവിടെ കൊഴിഞ്ഞു വീണു. ഹുങ്കാരങ്ങളും ഭർസനങ്ങളുമല്ല നിലപാട് കാർക്കശ്യമെന്ന് വെളിവാക്കപ്പെട്ടു. ദീർഘവീക്ഷണത്തിന്റെ അഭാവം ആദ്യ ചുവടുകളിൽ തന്നെ പ്രതിഫലിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ 1 വർഷം പിണറായി വിജയന് ആശ്വാസദായകമല്ല. വരാനിരിക്കുന്ന 4 വർഷങ്ങൾ അതീവ നിർണായകവുമാണ്. നൈതികതയാണ് രാഷ്ട്രീയത്തെ തന്നെ മുന്നോട്ട് നയിക്കുന്നത്. നീതിയുടെ വ്യവഹാരത്തിലെ സന്തുലിതാവസ്ഥയ്ക്കായി നടക്കുന്ന പോരാട്ടമാണ് ആത്യന്തികമായ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളിയായി അടയാളം ഇനിയും തുടരും.